ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ടെറർ അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്ന മോദിയാണ്. ഈ ടെററും ജിഹാദും എന്ന് പറയുന്ന വലിയ ഇഷ്യൂ ആണ് ഗ്ലോബലായിട്ട്. ഇപ്രാവശ്യം സൈഡായിട്ട് വളരെ സൈലൻ്റായിട്ട് പറഞ്ഞു നടക്കുന്ന സംഭവമുണ്ട്. ജിഹാദിനെതിരെയാണ് വോട്ട് ചെയ്യേണ്ടത്. 2026 ഇലക്ഷനിൽ അത് പൂർണ്ണമായിട്ടും കയറി വരും. വോട്ട് ചെയ്യേണ്ടത് ജിഹാദിനെതിരെയാണ്. അങ്ങനെ വരുമ്പോൾ മുസ്ലിംസിൻ്റെ ലീഡേഴ്സിനും അവർക്ക് വരാൻ പറ്റാവുന്ന പൊളിറ്റിക്കൽ പവർ, അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള എക്കണോമിക് പവർ, അതിനെതിരെ വോട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ആശയങ്ങൾ പല രീതിയിൽ പോളറൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ വോട്ടുകൾ മാറാൻ വലിയ സാധ്യത. അതിനിടയ്ക്ക് അവർക്ക് അപ്രിഹെൻഷനുണ്ട് ക്രിസ്ത്യൻസിന്. ഈ ഛത്തീസ്ഗഡിൽ നടന്ന ഇഷ്യൂ, അത് ഫൈനൽ മൂവ്മെൻറ്റിൽ രാജീവ് ചന്ദ്രശേഖർ BJP നേതാക്കളും പോയി അത് സ്പെസിഫൈ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ അന്യ സ്റ്റേറ്റുകളിൽ നടക്കുന്ന ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുന്ന ഇഷ്യൂ, ഇതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ ഓവർകം ചെയ്ത് ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി BJPക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് കേരളത്തിൽ നിർണായകമായ ഒരു കാര്യം പറയാം. ഈ 2026 നിയമസഭ ഇലക്ഷനിൽ വീണ്ടും അപ്പോഴങ്ങനെയാണെങ്കിൽ LDF അധികാരത്തിൽ വരും. അതാണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ താല്പര്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും UDF കേരളത്തിൽ ഇല്ലാതാകും. ഇതാണ് ഉണ്ടാകുന്നത്. കാരണം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും അങ്ങനെ തന്നെയാണ് ഗ്രാജുവൽ പ്രോസസ്സിൽ കൂടെ BJP വളർന്നു വന്നത്. ആ എക്സ്പെരിമെൻ്റ് കേരളത്തിലും ഉണ്ടാകും. പക്ഷെ കേരളത്തിൽ ഈ പറയുന്ന അതിതീവ്രത ഹിന്ദുത്വം നടക്കില്ല. കേരളത്തിൽ സോഫ്റ്റ് ഹിന്ദുത്വം നടക്കും. അതായത് ഞാൻ പറയുന്ന RSS ബേസ്ഡ് ഹിന്ദുത്വ BJP കേരളത്തിൽ ഓടത്തില്ല. അതിനെ കേരളത്തിലെ മഹാഭൂരിപക്ഷം ഹിന്ദു കമ്മ്യൂണിറ്റി എതിർക്കുന്നവരാണ്. കാരണം അവർ ഒരുമിച്ച് ജീവിക്കുന്ന കേരളത്തിലെ ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും കൂടെ ഈ അതിതീവ്രത ഹിന്ദുത്വ എന്ന് പറയുന്ന ഡേഞ്ചറാണ്. കാരണം അതിന് ഈ പറയുന്ന പോലെ സക്സസ് എന്ന് പറയുന്ന റേറ്റ് ആദ്യം ചിലപ്പോൾ സക്സസ് ആകും. അയോധ്യ മൂവ്മെൻറ്റിൽ സക്സസ് ആയി. കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ പ്രാവശ്യത്തെ മോദിയുടെ ഇലക്ഷൻ അത് സക്സസ് ആയി. പിന്നീട് ഗ്രാജുവലി ഇറോപ്ഷൻ വന്നു, അത് കുറഞ്ഞു വന്നു. പിന്നീട് ശ്രദ്ധിച്ചോണം, BJP ഈ പറയുന്ന പോലെ അതിതീവ്രത ഹിന്ദുത്വ അവർ കാണിക്കുന്നില്ല. അവർ പൂർണ്ണമായിട്ടും ബജരാങ് ദളിനെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും ഡിസ്റ്റൻസ് വെച്ചിട്ടിരിക്കുകയാണ്. അവർക്കും താല്പര്യമില്ല അങ്ങോട്ട് പോകാൻ വേണ്ടി. അതായത് അതിതീവ്രത എന്ന് പറയുന്നത് ഹിന്ദുത്വമാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അപ്പുറത്ത് മുസ്ലിം ആണെങ്കിലും ഗ്ലോബലി ഇതിന് പോസിബിളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു സ്പെസിഫിക് ടൈം മാത്രമേ ഉള്ളൂ.